നമസ്കാരം. തദ്ദേശ ഭരണപരിഷ്കരണ കമ്മീഷന്റെ അധ്യക്ഷനായുള്ള ബി അശോക് IASന്റെ സ്ഥലമാറ്റത്തിന് സ്റ്റേ. കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കിയ നടപടിയാണ് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ സ്റ്റേ ചെയ്തത്. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ട മാനദണ്ഡം ലംഘിച്ചുകൊണ്ടാണ് സ്ഥലമാറ്റമെന്നായിരുന്നു അശോകിന്റെ ആരോപണം. ഈ ആരോപണം ശരിവെച്ചാണ് സ്റ്റേ അനുവദിച്ചത്. സംസ്ഥാന സർക്കാരുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്നായിരുന്നു അശോകിന്റെ സ്ഥാനചലനം. തന്നെ സെക്രട്ടേറിയറ്റിന് പുറത്തുള്ള തസ്തികയിലേക്ക് മാറ്റിയ സർക്കാരിനെതിരെ നിയമ പോരാട്ടത്തിന് ഉറച്ചുള്ള നീക്കമായിരുന്നു അശോകിൻ്റേത്. പിണറായി വിജയൻ സർക്കാരിനേറ്റ കനത്ത തിരിച്ചടിയാണ് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ ഇടപെടൽ. കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പരിഷ്കാര കമ്മീഷന്റെ അധ്യക്ഷ സ്ഥാനത്തേക്കാണ് അദ്ദേഹത്തെ മാറ്റിയിരുന്നത്. നടപടി സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മീഷന്റെ എറണാകുളം ബെഞ്ച് സ്റ്റേ ചെയ്തതോടെ അശോകിന് കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മടങ്ങിവരാം. ബി അശോകിനെ കൃഷി വകുപ്പിൽ നിന്ന് മാറ്റി തദ്ദേശ ഭരണപരിഷ്കരണ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിച്ചത് വകുപ്പ് മന്ത്രി പോലും അറിയാതെയായിരുന്നു. മന്ത്രിസഭയിൽ വിഷയം എത്തിയപ്പോഴാണ് മന്ത്രി അറിയുന്നത്. കൃഷി വകുപ്പിൽ ഒട്ടേറെ വൻകിട പദ്ധതികൾക്ക് തുടക്കമിട്ടിരിക്കെ ഇതിന് ചുക്കാൻ പിടിക്കുന്ന സെക്രട്ടറിയെ മാറ്റിയതിൽ വകുപ്പിന് കടുത്ത അതൃപ്തിയുണ്ടായിരുന്നു. സെക്രട്ടറിയെ മാറ്റുന്ന കാര്യം കൃഷി മന്ത്രിയുമായി മുൻകൂട്ടി ചർച്ച ചെയ്യാത്തതിനാൽ നീക്കത്തെ തടയാനും കഴിഞ്ഞില്ല. ലോകബാങ്കിന്റെ 2650 കോടിയുടെ പദ്ധതിക്ക് വേണ്ടി മുൻകൈയെടുത്ത അശോക് ആ തുകയുടെ ആദ്യ ഗഡു ലഭിക്കുന്നതിന് തൊട്ട് മുൻപാണ് വകുപ്പിൽ നിന്ന് പോകുന്നത്. കൃഷിക്കാരുടെ മുഴുവൻ വിവരങ്ങളും ശേഖരിക്കുന്ന ഫാർമേഴ്സ് രജിസ്റ്റർ പദ്ധതിയും അശോകിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കി തുടങ്ങിയിരുന്നു. കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി, കാർഷികോൽപാദന കമ്മീഷണർ, കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ എന്നീ പദവികളിൽ നിന്ന് മാറ്റിയാണ് അശോകിനെ കമ്മീഷൻ അധ്യക്ഷനായി നിയമിച്ചത്. തദ്ദേശ ഭരണപരിഷ്കരണ കമ്മീഷന്റെ അധ്യക്ഷനായി തന്നെ നിയമിച്ച നടപടി സുപ്രീം കോടതി ഉത്തരവിന്റെ ലംഘനമാണെന്നും നിയമന ഉത്തരവ് റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് ബി അശോക് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരന് നേരത്തെ കത്തയച്ചിരുന്നു. ചട്ടങ്ങൾ പാലിക്കാത്ത ഉത്തരവിന്റെ അടിസ്ഥാനത്തിലുള്ള പദവി തനിക്ക് ഏറ്റെടുക്കാനാവില്ലെന്ന് അശോക് കത്തിൽ വ്യക്തമാക്കിയിരുന്നു. IAS കേഡറിന് പുറത്തുള്ള പദവിയിൽ നിയമിക്കുമ്പോൾ ഉദ്യോഗസ്ഥനിൽ നിന്ന് മുൻകൂർ അനുമതി വാങ്ങിയിരിക്കണമെന്ന സുപ്രീം കോടതി ഉത്തരവ് തന്റെ കാര്യത്തിൽ പാലിച്ചില്ല. ഭരണ സർവീസിൽ സുപ്രധാന ചുമതല വഹിക്കുന്ന കേഡർ തസ്തികയിലുള്ള ഉദ്യോഗസ്ഥനെ കേഡറിന് പുറത്തേക്ക് മാറ്റാനാവില്ലെന്ന ചട്ടവും ലംഘിക്കപ്പെട്ടു. സ്വതന്ത്ര സ്ഥാപനമായ ഭരണപരിഷ്കരണ കമ്മീഷന്റെ അധ്യക്ഷ പദം കേഡറിന് പുറത്തുള്ളതാണ്. അത് ഏറ്റെടുക്കാനാവില്ലെന്നായിരുന്നു ബി അശോകിന്റെ വാദം. തദ്ദേശ വകുപ്പിൽ 4 മാസം മാത്രമേ താൻ ഇതുവരെ പ്രവർത്തിച്ചിട്ടുള്ളൂ. വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള ഒട്ടേറെ IAS ഉദ്യോഗസ്ഥർ സർവീസിലുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പദവി ഏറ്റെടുക്കാനാവില്ലെന്ന് അശോക് വ്യക്തമാക്കിയതോടെ IAS തലപ്പത്ത് പോരുമുറുകിയിരുന്നു. ഏതാനും ആഴ്ചകൾക്കിടെ സർക്കാരിന്റെ നടപടി ചോദ്യം ചെയ്ത് ചീഫ് സെക്രട്ടറിക്ക് കത്തയക്കുന്ന രണ്ടാമത്തെ ഉദ്യോഗസ്ഥനാണ് അശോക്. അഡീഷണൽ ചീഫ് സെക്രട്ടറി A ജയതിലകിനെ സമൂഹ മാധ്യമത്തിൽ അധിക്ഷേപിച്ചതിന്റെ പേരിൽ തന്നെ സസ്പെൻഡ് ചെയ്തത് അനീതിയാണെന്ന് കാട്ടി IAS ഉദ്യോഗസ്ഥൻ N പ്രശാന്ത് നേരത്തെ രംഗത്ത് വന്നിരുന്നു.